ഇന്ന് നമ്മൾ ഒരു പോളികാർബൺ ഷീറ്റിൻ്റെ വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ പോളികാർബൺ ഷീറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ചിലവുകൾ, അത് ചെയ്താലുണ്ടാകുന്ന ഗുണവും ദോഷവും പ്ലസ് ആൻഡ് നെഗറ്റീവ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും കൂടി ഇതിനകത്ത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 7 അടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് 7 അടി നീളത്തിൽ പോളികാർബൺ ഷീറ്റ് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസാണ്. സെറ്റോട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വർക്ക് ഉണ്ട്, ഇത് നമ്മളൊരു ആ വീട്ടിൽ തന്നെ ഒരു ചെയ്തൊരു 3 വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് ചെയ്തതിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളികാർബൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കണ്ടില്ല, ഈ ഡിസൈൻ ഷേപ്പിൽ 2 പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ പോളികാർബൺ ഷീറ്റിൻ്റെ ഫ്രെയിം എടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ള് 7 അടിയുടെ ഷീറ്റ്, 7 അടി ഫ്രണ്ടിലോട്ട് നീളം 20 അടിയോളം ഉണ്ട്. അപ്പോൾ ആ ലെങ്ത്തിൽ നമ്മൾ ഫുൾ ഫ്രെയിം, അതായത് ഫുൾ 1.5 പൈപ്പിന് ഫ്രെയിം അടിച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫുൾ താഴെ തന്നെ നമ്മൾ നിലത്ത് വെച്ച് തന്നെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പം നമ്മൾ പരമാവധി 1.5 അടി ഗ്യാപ്പിലാണ് ഇതിൻ്റെ ഫ്രെയിമെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് നമ്മൾ 3mm പെൻസിൽ ഗ്രേ പിന്നെ ചെക്ക് ടൈപ്പിലുള്ള ഷീറ്റാണ് നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇത് 2mm 3mm എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ 3mm ഷീറ്റ് തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. 2mm ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പോളികാർബൺ ഷീറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്പനിക്കാർ 10 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ വാറണ്ടി കൊടുത്താലും ഇത് എന്തെങ്കിലും തേങ്ങ പോലെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടും. കാരണം നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ചൂടായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വീഴുവോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം എന്തായാലും പൊട്ടും. അപ്പം പരമാവധി നമ്മൾ നല്ല രീതിയിൽ ഉള്ള ഷീറ്റ് ഇടാൻ ശ്രമിക്കുക. പിന്നെയുള്ള കാര്യങ്ങളൊന്നും വീഴുന്ന സ്ഥലത്തൊക്കെ, തേങ്ങയൊക്കെ വീഴുന്ന സ്ഥലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ടിട്ടിട്ട് പണി വാങ്ങാതിരിക്കുക. കാരണം ഇങ്ങനെ ഒരു ഫുൾ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജോയിൻ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജോയിൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ 4 അടി 5 അടി 7 അടി ഒക്കെ ഉള്ള സിമ്പിൾ ഷീറ്റുകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു കാർ പോർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇതിന് പായൽ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ പായൽ എന്തായാലും പിടിക്കും. അപ്പോൾ പായലൊക്കെ ക്ലീനാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരളവിലുള്ള ഷീറ്റ് നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. പായൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഒറ്റ സീസൺ മതി, ഒറ്റ സീസൺ എന്നല്ല, ഒരു 2 ആഴ്ച അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേക്കും പായൽ കയറും. അപ്പോൾ പായൽ കയറി കഴിഞ്ഞാൽ മഹാവൃത്തികളായിരിക്കും. അപ്പം അത് ക്ലീനാക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇത് ഇട്ടതിനുള്ള ക്വാളിറ്റി മൊത്തം നഷ്ടപ്പെടും, കാണാനുള്ള രസമൊക്കെ പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം കാണാനുള്ള ലുക്കാണ് മെയിൻ. പോളികാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള ലുക്ക്. പിന്നെ പരസ്യത്തിൽ പറയുന്ന പോലെ പായൽ പിടിക്കില്ല എന്ന് ചിന്തിക്കുകയേ വേണ്ട, പായൽ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പായൽ മെയിൻ ഒരു അവിഭാജ്യ ഘടകമാണ് പായൽ. അതുകൂടി ഒന്ന് കണക്ക് കൂട്ടുക, മനസ്സിൽ വെക്കുക. പിന്നെ ലീക്ക് ഒക്കെ വരാതിരിക്കാനുള്ളത് പരമാവധി ആദ്യം തന്നെ ചെയ്യുമ്പം തന്നെ പരമാവധി വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് ഈ ജോയിൻ്റൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ലീക്ക് രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയാവില്ല. പിന്നീട് ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ലീക്ക്, കാരണം ഇത് ഒട്ടിക്കുന്നത് പശ, സിലിക്കോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യുന്നത്. അത് ഈ വെയിലും മഴയും കൊള്ളുമ്പോഴത്തേക്കും പൊളിയാൻ തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ പരമാവധി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്, പിന്നെ ഈ ചെയ്തിരിക്കുന്ന വർക്കിന് മൊത്തം 45,000 രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 45,000 രൂപയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വർക്ക് കാണിക്കാം. ഇത് നമ്മളൊരു 3 മാസം മുന്നേ ചെയ്തൊരു വർക്കാണ്. അപ്പം അത് ചെയ്തിട്ട് നമ്മൾ പോയി മഴക്കാലത്ത് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കണ്ടീഷനിലായി. അപ്പോൾ ഇത് ക്ലീനാക്കാൻ പറ്റുന്ന ഏരിയയാണ്, അപ്പോൾ ക്ലീനാക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ക്ലീനാക്കിയിലുള്ള പായൽ പിടിക്കില്ല എന്ന് കമ്പനിക്കാർ പറയുന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ അവസ്ഥ കണ്ടില്ല, ഈ അവസ്ഥ പോലെ ഇരിക്കും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മഹാവൃത്തികളായിരിക്കില്ലേ. അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ പോളികാർബൺ ഷീറ്റ് ചെയ്തിട്ട് പിന്നെ അനുഭവങ്ങൾ, ഓരോരാളുടെ അനുഭവങ്ങൾ പറയണം കേട്ടോ. പായൽ പിടിച്ചിട്ടുണ്ടോ, പായൽ പിടിക്കാതിരുന്നിട്ടുണ്ടോ, കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ മടിക്കേണ്ട കേസില്ല.